നമസ്കാരം. നടൻ ബാലയെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ. കഴിഞ്ഞ ദിവസം 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത്. രാത്രി 1:30 മറ്റൊരു പുരുഷനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നതിനെ എതിർത്ത് സംസാരിക്കുന്ന എലിസബത്തിൻ്റെ ഒരു ശബ്ദമാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത്. ബാലയും ഭാര്യ കോകിലയും എലിസബത്തിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് ഓഡിയോ ക്ലിപ്പും മോതിരമാറ്റത്തിൻ്റെ വീഡിയോ ക്ലിപ്പും എലിസബത്ത് പുറത്തുവിട്ടത്. പരാതി നൽകിയതിനു ശേഷം ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും എലിസബത്ത് പങ്കുവച്ചിരുന്നു. എലിസബത്ത് പങ്കുവച്ച ഓഡിയോ ശബ്ദം അത് ഇങ്ങനെയായിരുന്നു. ജേക്കബ് ചേട്ടാ, 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 സമയം. അപ്പോൾ നീ പുറത്തു പോയിക്കോളൂ എന്ന് ബാലു പറയുന്നത് പശ്ചാത്തലത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? ഇതെൻ്റെ വീടല്ലേ എന്ന് ബാല പറയുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല എന്നും എലിസബത്തും പറയുന്നു. ശരി എന്ന് ചിരിക്കുന്നു. നാവിൻ്റെ അളവ് അളക്കണം എന്നും ബാല പറയുന്നു. ഇതായിരുന്നു എലിസബത്ത് പുറത്തുവിട്ട ഓഡിയോ. ഈ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബാലയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ ബാലയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. പല തെളിവുകളും എലിസബത്ത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാല നിയമപരമായി ഇത് നേരിടുമെന്നും കോകിലയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ബാല എലിസബത്തിനും മുൻ ഭാര്യ അമൃത സുരേഷിനുമെതിരെയൊക്കെ കേസ് കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാല വളരെ സംയമനത്തോടുകൂടി വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് എലിസബത്തിനെതിരെ സംസാരിച്ചത്. എലിസബത്ത് ഒരു അസുഖക്കാരിയാണെന്നും ഇപ്പോൾ വേണ്ടത് നിയമത്തിൻ്റെ സപ്പോർട്ടല്ല, പകരം മെഡിക്കൽ സപ്പോർട്ടാണ് ആവശ്യം എന്നുള്ള രീതിയിലായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. എന്നിരുന്നാലും പലയധികം തെളിവുകൾ ഇപ്പോൾ ബാലയ്ക്കെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എലിസബത്ത് ഓരോ ദിവസം ഓരോ തെളിവുകളാണ് ബാലയ്ക്കെതിരെ, രൂക്ഷമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ബാലയ്ക്കെതിരെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേപോലെ തന്നെയാണ് മുൻ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇപ്പോൾ അമൃത സുരേഷ് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ വളരെ മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ എലിസബത്തിൻ്റെ തട്ടകമാണ്. എലിസബത്ത് ഇപ്പോൾ വളരെയധികം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ബാലയ്ക്കെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.